ആദ്യം ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് ശ്രീധുവിനെയാണ്. ശ്രീധുവിൻ്റെ മാക്സിമം ശ്രീധു ഇവിടെ കാണിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മാക്സിമം പോയിട്ട് മിനിമം പോലും കാണിച്ചതായിട്ട് തോന്നിയിട്ടില്ല. ഭാഗ്യം കൊണ്ട് നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ആളാണ് ശ്രീധു. കാര്യങ്ങളിൽ ഇടപെടുന്നതാണെങ്കിലും വളരെ കുറവാണ്. നോമിനേഷനിൽ വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെതായ രീതിയിൽ തീ പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇന്നത്തെ നോമിനേഷൻ പ്രക്രിയയിൽ ജാസ്മിൻ ശ്രീധുവിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ശ്രീധുവിനെയും ജിൻഡോയെയുമാണ് ജാസ്മിൻ നോമിനേറ്റ് ചെയ്തത്. ജിൻഡോ നന്നായിട്ട് കളിക്കുന്നുണ്ട്, കൂടുതലായിട്ട് കളിക്കുന്നുണ്ട്, പക്ഷെ അത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ജിൻഡോയെ നോമിനേറ്റ് ചെയ്തത്. അത് നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. കാരണം ജാസ്മിൻ ജിൻഡോയെ നോമിനേറ്റ് ചെയ്തിരിക്കും. കാരണം അവർ തമ്മിലുള്ള ഒരു ഇരിപ്പ് വശം നമുക്കറിയാമല്ലോ. പക്ഷേ ശ്രീധുവിൻ്റെ കാര്യം ശരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്. ഒന്നാമത്തെ കാര്യം, ജാസ്മിൻ പറഞ്ഞത് സത്യമാണ്. ശ്രീധു ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ സേഫ് ഗെയിമറാണ്. എങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നുവെന്ന് നമ്മൾ കണ്ട് പഠിക്കണം. അവിടെ സേഫ് ഗെയിം കളിക്കാൻ പോകുന്നവർക്കൊരു പുസ്തകമാണ് ശ്രീധു. എന്തായാലും ഒന്നിലും ഇടപെടാതെ മാറി തിരിഞ്ഞ് നടന്നാലും അർജുനുമായിട്ട് കോംബോ മാത്രം പിടിച്ച് അവിടെ നിലനിന്ന് പോകുന്ന ഒരാളാണ് ശ്രീധു. അല്ലാതെ ഒരു ഗെയിമും ഇല്ല, ആരെ വിഷയത്തിലും ഇടപെടുന്നുമില്ല. ഞാൻ ഈ നാട്ടുകാരിയല്ല, ഞാൻ ഇവിടെ വന്ന ഒരു കാഴ്ചക്കാരി മാത്രമാണെന്നുള്ള നിലയിലാണ് ശ്രീധു അവിടെ നിൽക്കുന്നത്. എന്തായാലും ജാസ്മിൻ ശ്രീധുവിനെ മനസ്സിലാക്കി വോട്ട് ചെയ്തു എന്ന് കണ്ടതിൽ സന്തോഷം. പിന്നെ കുറച്ച് പുറത്തുള്ള ആൾക്കാർക്ക് സങ്കടവും. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ശ്രീധു ജാസ്മിൻ കോംബോയൊക്കെ പുറത്ത് ഭയങ്കര ഹിറ്റായിരുന്നു. പക്ഷെ അവർക്ക് വിഷമാകും. എന്തായാലും കോംബോയ്ക്കൊന്നും ജാസ്മിന് താല്പര്യമില്ല. ശ്രീധുവിനെ എങ്ങനെയെങ്കിലും പായിച്ചാൽ മതി എന്നേ ഉള്ളൂ. എന്തായാലും ശ്രീധു ഡിസർവിംഗ് ആണ് പുറത്ത് പോകാൻ, അകത്ത് നിൽക്കാനല്ല. ഗെയിം കളിക്കുന്നവരാണല്ലോ അവിടെ നിൽക്കേണ്ടത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.